ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. അപ്പം ഇന്നിപ്പോൾ നമ്മളെന്താ അറിയോ പറയാൻ വന്നേ, ഞാൻ ഇന്നിങ്ങനെ വീഡിയോ കണ്ടിരുന്നു. അപ്പോൾ ന്യൂസിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടോ, മൂത്ത പെങ്ങളും ഇങ്ങോട്ട് വീട്ടിലേക്ക് വരികയാണ് എന്നുള്ളൊരു വീഡിയോ. അത് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട്. കാരണം എന്താ പറയുക, എന്തായാലും പോലെ ഒരു വീടാടോ ഇനി കിടക്കുന്നുണ്ട്. അവളവിടെ വേറൊരു വീട്ടിൽ പാലക്കാട് നിൽക്കല്ലേ വാടകയ്ക്ക്. അപ്പോൾ ഇങ്ങോട്ട് ഇവരെ അടുത്തേക്ക് തന്നെ പോരുക പറഞ്ഞപ്പോൾ കുട്ടികൾക്ക് നല്ല സന്തോഷമുള്ള കാര്യമൊക്കെ അല്ലേ. അവനാൻ്റെ ഇവിടെ ഒരു വീട് കുട്ടികൾക്ക് പറഞ്ഞാൽ ചില കുട്ടികൾക്ക് അവർ നാട് വിട്ട് പോരാ. ഇതിപ്പോൾ രണ്ടാൾ ചെറുതല്ലേ, അപ്പോൾ പിന്നെ അവർക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് കരുതുന്നു. പക്ഷേ ഉമ്മാക്കും തന്നെ സന്തോഷമായിട്ടുണ്ടാവും കേട്ടോ. ഈ വീട് വെറുതെ ഒഴിഞ്ഞ് കിടക്കണ്ടല്ലോ, ഓലും തന്നെ വാടകയ്ക്ക് ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. അവനാൻ്റെ വീട് തന്നെ ആകുമ്പോൾ നല്ല സമാധാനത്തിൽ നിൽക്കല്ലേ. വാടകയ്ക്ക് നിൽക്കുക പറഞ്ഞാൽ അത്രയും ഭയങ്കര റിസ്ക്കാണ്. ഇപ്പം ഞങ്ങൾ തന്നെ അതാ വാടകയ്ക്ക് നിൽക്കുക. വാടകയ്ക്ക് നിൽക്കുമ്പോൾ നമുക്ക് എന്തിനും ഒരു പരിധികളുണ്ട്. നമുക്ക് എല്ലാ കാര്യത്തിനും മറ്റേ നമ്മളെ വീട് എന്നുള്ള ഒരു ഇതാവുമ്പോൾ നമുക്ക് എന്തോ നടക്കും. ഇപ്പം തന്നെ നമ്മൾ കുട്ടികളെന്തെങ്കിലും ഓടിക്കളിക്ക് വികൃതി കിട്ടുമ്പോൾ നമ്മളെ വീടല്ലട്ടോ എന്ന് നമ്മൾ പറയണം. ഇതങ്ങനെ ആവണ്ടല്ലോ, കുട്ടികളെ ഇഷ്ടം പോലെ കളിക്കാലോ. അതൊക്കെ ഒരു സമാധാനമുള്ള കാര്യമാണ്. അപ്പോൾ ഇതാ കണ്ടോ, നൗഫൽ ഇനി എന്നും ഇവിടെ തന്നെ ആകുമ്പോൾ നൗഫലിന് തന്നെ കുട്ടികൾക്കും തന്നെ മാമൻ്റെ കൂടെ അടിപൊളിയായിട്ട് കയ്യാലോ. മാഷാ അല്ലാഹ് നല്ല രീതിയിൽ എല്ലാവരും ഒന്നിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെയും കഴിയട്ടെ എന്നിട്ട് ആഗ്രഹം. എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ എന്താണെന്നാവും, എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോളം നാട്ടിലേക്ക് വരികയാണ്. പക്ഷെ ഞാൻ വീഡിയോയിൽ മാത്രം ഓലെ കണ്ടിട്ടുള്ളൂ, ഓലെ വീഡിയോസുകൾ മാത്രം കണ്ടിട്ടുള്ളൂ കേട്ടോ. ഓല എല്ലാവരും നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും ഓലെ വീഡിയോ, ഇങ്ങനത്തെ ഒരു വീഡിയോ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് എന്തെല്ലാത്തൊരു സന്തോഷമുള്ളൂ ഇങ്ങോട്ട് നാട്ടിലേക്ക് വരികയെന്ന് പറഞ്ഞപ്പോൾ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഉള്ള വീഡിയോ അങ്ങ് ഇട്ടെന്ന് തന്നെ ഉള്ളൂ കേട്ടോ. ഇപ്പം നൗഫലെ പുതിയ വീടെല്ലാം വെച്ചപ്പോൾ ഓൽക്കും തന്നെ വീടും ആയി, സ്ഥലം ഇഷ്ടം പോലെ ആയല്ലോ. അപ്പം ഇനിയിപ്പോൾ ഇവിടെ നിൽക്കുകയാണെങ്കിലും അൽഹംദുലില്ലാ റാഹത്തായിട്ട് അവർക്ക് പോകാമല്ലോ. എല്ലാവർക്കും ഉമ്മാക്കും തന്നെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു സമാധാനവും സന്തോഷം അതും ഉണ്ടാവുമല്ലോ. കുട്ടികളും അവളൊക്കെ അവിടെ ഉണ്ടാകുമ്പോൾ അവറ്റൊക്കെ പോരുമോ അല്ലേ എന്നൊന്നും അറിയില്ല കേട്ടോ. ഇങ്ങനെ ചില ഹസ്ബൻഡുമാർ പോരില്ലല്ലോ, എന്താണെന്നറിയില്ല. എന്തായാലും ഓനും തന്നെ പോന്നു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷം സമാധാനത്തോടെ അവിടെ നിൽക്കാമല്ലോ അവരുടെ വീട്ടിൽ തന്നെ. നമുക്ക് തന്നെ അവരുടെ വീടും പഴയ വീടും അടുക്കളയും സ്ഥലങ്ങളൊക്കെ നമുക്കും തന്നെ വീഡിയോസിലൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷം തന്നെ ഉണ്ടോ. ആദ്യത്തെ തന്നെ അറിയാമല്ലോ. ഇപ്പത്തെ ആദ്യത്തെ വീടും ആ സ്ഥലവും പരിസരവും അതൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. അടിപൊളിയുണ്ട്. അപ്പം ഞങ്ങൾ എണീക്കുമ്പോൾ നല്ലൊരു വയലാണ് കേട്ടോ ആദ്യം തന്നെ കാണുക അവിടെ പുറത്തേക്ക്. അപ്പോൾ എനിക്കൊക്കെ പറഞ്ഞാൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഈ ജനലൊക്കെ ഒന്ന് തുറന്നിരുന്ന് കണ്ട് ആ വയലേക്ക് ഇങ്ങനെ നോക്കാൻ എനിക്കൊരു സന്തോഷമുള്ള കാര്യം കേട്ടോ. അതേപോലെ തന്നെ അവർക്കും കേട്ടോ. അങ്ങനെ പറഞ്ഞപ്പോൾ പുതിയ വീട്ടിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ഊഞ്ഞാലുണ്ട്. അടിപൊളി സെറ്റാണ്ടത് നമുക്ക് കാണാൻ തന്നെ നല്ലൊരു ഇഷ്ടം. ഞാൻ വൈക്കെങ്ങാനും പോകുന്നുണ്ടെങ്കിൽ എനിക്ക് അവരെ വീട്ടിൽ പോകണം, അവരെല്ലാവരും കാണണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ഒരു ഊഞ്ഞാലാട്ടെന്നില്ല കേട്ടോ. ഞാൻ ഇൻ്റർവ്യൂകളെല്ലാം കണ്ട് അടിപൊളി സെറ്റാണ് മാഷാ അല്ലാഹ്. അവർ വരുന്നുണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ട് അവർക്ക് വീട്ടിലേക്കൊന്ന് പോകണം എന്ന് കരുതിയിട്ടുണ്ട്. കിനാവിൻ്റെ അനുരാഗത്തോണി ബഹറിൽ അലിഞ്ഞോ, ഞാനും നീയും നെയ്ത കിനാവിൻ്റെ ഹാജത്തിൻ കരയിൽ പേമാരി പെയ്തോ. അറിയാതെ ഇഷ്കിൻ്റെ ബഹറായ പെണ്ണെ, അറിയില്ലെനിക്കെന്ത് പറയണമെന്ന്. അതിയായ നോവാണ് ഉള്ളാകെ പൊന്നെ, നീ എൻ്റെ നെഞ്ചിലെ തീയാണ്, പൊള്ളുന്നൊരനുരാഗത്തീയാണ്. നീയും ഞാനും കണ്ട കിനാവിൻ്റെ അനുരാഗത്തോണി ബഹറിൽ അലിഞ്ഞു. പണ്ടേ വിരിഞ്ഞൊര മോഹത്തിൻ തായ്വാര പൂക്കളെ നിർമാല്യം കൊണ്ട് തരൂ. നീയും ഞാനും കണ്ട
ബഹറിൽ അലിഞ്ഞോ ഞാനും നീയും നെയ്ത കിനാവിൻ്റെ ഹാജത്തിൻ കരയിൽ പേമാരി പെയ്തോ അറിയാതെ ഇഷ്കിന്റെ ബഹറായ പെണ്ണെ അറിയില്ലെനിക്കെന്ത് പറയണമെന്ന് അതിയായ നോവാണ് രാവിലെ പൊന്നെ നീ എന്റെ നെഞ്ചിലെ തീയാണ് പൊള്ളുന്നൊരനുരാഗത്തീയാണ് നീയും ഞാനും കണ്ട കിനാവിൻ്റെ അനുരാഗത്തോണി ബഹറിൽ അലിഞ്ഞു മോഹത്തിൻ തായ്വാര പൂക്കളെ നിർമാല്യം കൊണ്ട് തരൂ നീയും ഞാനും കണ്ട കിനാവിൻ്റെ അനുരാഗത്തോണി ബഹറിൽ അലിഞ്ഞോ ഞാനും നീയും നെയ്ത കിനാവിൻ്റെ ഹാജത്തിൻ കരയിൽ പേമാരി പെയ്തോ അറിയാതെ ഇഷ്കിന്റെ ബഹറായ പെണ്ണെ അറിയില്ലെനിക്കെന്ത് പറയണമെന്ന് അതിയായ നോവാണ് രാവിലെ പൊന്നെ നീ എന്റെ നെഞ്ചിലെ തീയാണ് പൊള്ളുന്നൊരനുരാഗത്തീയാണ് നീയും ഞാനും കണ്ട കിനാവിൻ്റെ അനുരാഗത്തോണി ബഹറിൽ അലിഞ്ഞു മോഹത്തിൻ തായ്വാര പൂക്കളെ നിർമാല്യം കൊണ്ട് തരൂ നീയും ഞാനും കണ്ട കിനാവിൻ്റെ അനുരാഗത്തോണി ബഹറിൽ അലിഞ്ഞോ ഞാനും നീയും നെയ്ത കിനാവിൻ്റെ ഹാജത്തിൻ കരയിൽ പേമാരി പെയ്തോ അറിയാതെ ഇഷ്കിന്റെ ബഹറായ പെണ്ണെ അറിയില്ലെനിക്കെന്ത് പറയണമെന്ന് അതിയായ നോവാണ് രാവിലെ പൊന്നെ നീ എന്റെ നെഞ്ചിലെ തീയാണ് പൊള്ളുന്നൊരനുരാഗത്തീയാണ്